നമസ്കാരം. ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് റഷ്യയും ചൈനയും. എല്ലാത്തിലും നമ്പർ 1 എന്ന് അവകാശപ്പെടുന്ന അമേരിക്ക ഈയൊരു കാര്യത്തിൽ ഒരല്പം പിന്നിലാണെന്ന് തന്നെ പറയാം. ഇന്ത്യക്കും ഈയൊരു മേഖലയിൽ തെറ്റില്ലാത്ത ഒരു സ്ഥാനമുണ്ട്. ഇതാണ് ഈ മേഖലയിൽ ഇതുവരെയുള്ള ഒരു ലോകക്രമം. എന്നാൽ ഇനി അങ്ങോട്ട് ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ സൃഷ്ടിച്ചു തുടങ്ങി എന്ന് തന്നെ പറയാം. വിശദാംശങ്ങൾ പരിശോധിക്കാം. ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജിയിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഇതിന്റെ കമ്പോണൻസിന് ഉണ്ടാവണം. അതായത് 1500 മുതൽ 2000 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചർ ആയിരിക്കും ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. പല മെറ്റൽ കമ്പോണൻസും ഈ ഒരു ടെമ്പറേച്ചറിനുള്ളിൽ ഉരുകാൻ തുടങ്ങും. ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സെറാമിക് കോട്ടിംഗ് നൽകുന്നത്. റഷ്യയും ചൈനയുമൊക്കെ അവരവരുടേതായ തനത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുണ്ടാക്കിയ സെറാമിക് കോട്ടിങ്ങുകളാണ് ഇപ്പോൾ ഹൈപ്പർസോണിക് മിസൈലുകളിൽ ഉപയോഗിച്ചു പോരുന്നത്. ഇതിനിടയിൽ നമ്മുടെ ഇന്ത്യ മറ്റ് രണ്ട് രാജ്യങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് ഒരു അഡ്വാൻസ്ഡ് തെർമൽ ബാരിയർ കോട്ടിംഗ് വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. ഈ ഒരു കണ്ടുപിടുത്തം ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഒരു നിർണായക പങ്കായിരിക്കും വഹിക്കാൻ പോകുന്നത്. ഇതുകൂടാതെ മറ്റൊരു നിർണായക ചുവടുവെപ്പും ഇന്ത്യ ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നു. അത് ആക്റ്റീവ് കൂൾഡ് സ്ക്രാംജെറ്റ് കമ്പസ്റ്ററിന്റെ വിജയകരമായ ഗ്രൗണ്ട് ടെസ്റ്റ് ആയിരുന്നു. ഇവിടെ നിർണായകമായത് ഇന്ത്യ തദ്ദേശീയമായി ഒരു എൻഡോതെർമിക് ഇന്ധനം വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. സാധാരണ ഒരു ഇന്ധനം ചൂട് പുറന്തള്ളുമെങ്കിൽ എൻഡോതെർമിക് ഇന്ധനം ചൂട് അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലിക്വിഡ് ഹൈഡ്രോ കാർബൺസ് ആണ് എൻഡോതെർമിക് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഇത് ഹീറ്റ് എനർജിയെ കെമിക്കൽ എനർജിയായി കൺവെർട്ട് ചെയ്യുന്നു. ഇതുമൂലം ഹൈപ്പർസോണിക് മിസൈൽ ടെക്നോളജിയിൽ നമുക്കെപ്പോഴും വിലങ്ങുതടിയാവാറുള്ള ഹൈ ടെമ്പറേച്ചറിന്റെ പ്രോബ്ലം പരിഹരിക്കാൻ കഴിയും. ആക്റ്റീവ് കൂൾഡ് സ്ക്രാംജെറ്റ് കമ്പസ്റ്റൻ വഴി എപ്പോഴും സ്റ്റേബിൾ കമ്പസ്റ്റൻ സാധ്യമാക്കുന്നു എന്നതാണ് നേട്ടം. പരീക്ഷണ സമയത്ത് സെക്കൻഡിൽ 1.5 കിലോമീറ്റർ വേഗതയിലും തടസ്സമില്ലാത്ത കമ്പസ്റ്റനാണ് ലഭിച്ചത്. 120 സെക്കൻഡുകൾ നീളുന്നതായിരുന്നു പരീക്ഷണം. ഈ രണ്ട് നേട്ടങ്ങൾക്കും പിന്നിൽ DRDLഉം ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുമാണ്. ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന എൻഡോതെർമിക് ഫ്യൂവലിന്റെ മാതൃകയിലുള്ള ഒരു ഫ്യൂവൽ ലോകത്ത് ഇന്ന് വരെയും ഒരു രാജ്യവും കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെയാണ് അഡ്വാൻസ്ഡ് തെർമൽ ബാരിയർ കോട്ടിങ്ങിന്റെ കാര്യവും. അങ്ങനെയെങ്കിൽ വരും നാളുകളിൽ ഇന്ത്യക്ക് റഷ്യയുടെ സാങ്കേതിക സഹായം ഇല്ലാതെ തന്നെ ഹൈപ്പർസോണിക് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം തീർച്ചയാണ്. നമ്മുടെ ശാസ്ത്രലോകത്തിന് അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.